സിനിമാ സഹസംവിധായകൻ ജോജോ കുരിശിങ്കലിനെതിരെ പീഡന പരാതി. തെറാപ്പിസ്റ്റ് മോഡലുമായ യുവതി നൽകിയ പരാതിയിൽ മരട് പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി. ഫിസിയോതെറാപ്പിസ്റ്റായി ബംഗളൂരുവിൽ ജോലി ചെയ്യുമ്പോഴാണ് യുവതി 2023 ജോജോയുമായി പരിചയത്തിലാകുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴിയായിരുന്നു സൗഹൃദം. വിവാഹബന്ധം വേർപിരിഞ്ഞ യുവതിയോട് താനും വിവാഹമോചിതനാണെന്ന് അറിയിച്ചാണ് ജോജോ അടുപ്പത്തിലാകുന്നത്. 2024 ഏപ്രിൽ മാസം 18-ന് തൃപ്പൂണിത്തുറയിലെ ഷൂട്ടിംഗ് സെറ്റിൽ യുവതിയെത്തി. അന്ന് രാത്രി യുവതിയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയ ജോജോ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പുലർച്ചെ 4:30 വരെ പീഡനം തുടർന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് പലപ്പോഴായി ജോജോ ഇത് തുടർന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ ക്രൂരമായി മർദ്ദിച്ചതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഇതിനിടെ ജോജോ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകുകയും യുവതിയുടെ അമ്മയെ നേരിൽ കാണുകയും ചെയ്തു. ആദ്യ വിവാഹ ബന്ധത്തിൽ നിന്ന് നിയമപ്രകാരം മോചനം നേടുന്നതുവരെ കാത്തിരിക്കണമെന്നായിരുന്നു ജോജോ യുവതിയോട് പറഞ്ഞത്. എന്നാൽ ഇയാൾ രണ്ടാമത് വിവാഹം കഴിച്ചതായും ആ ബന്ധത്തിൽ ഒരു കുട്ടിയുള്ളതായും യുവതി മനസ്സിലാക്കി. ഇക്കാര്യം ജോജോയോട് അന്വേഷിച്ചപ്പോൾ നിഷേധിച്ചു. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യുവതി ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങി. തുടർന്ന് യുവതിയുടെ വീട്ടുകാർ കണ്ടെത്തിയ വരനുമായി വിവാഹമുറപ്പിച്ചു. ഇതറിഞ്ഞ ജോജോ വീണ്ടും യുവതിയുടെ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയ ജോജോ ഉറപ്പിച്ച വിവാഹം മുടക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും തനിക്ക് വഴങ്ങണമെന്നും നിരന്തര ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് യുവതി പരാതി നൽകിയത്. യുവതിയുടെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജോജോ ഒളിവിൽ പോയി. അതിനിടെ പ്രതി പോലീസ് വസ്ത്രം ധരിച്ച് CI റാങ്കിലുള്ള രാജേഷ് എന്ന ഉദ്യോഗസ്ഥനുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. ഇതോടെ പ്രതിക്ക് ഒളിവിൽ പോകാനും സംരക്ഷണമൊരുക്കാനും പോലീസിന്റെ സഹായമുണ്ടായെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. നേരത്തെ വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ് ജോജോ കുരിശിങ്കൽ. ന്യൂസ് മലയാളം, കൊച്ചി.